10 മണി പൂക്കൾ ഇഷ്ടമല്ലാത്തവരാരും ഒരുപാട് ഭംഗിയോടെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല പ്ലാന്റ്, ബോർഡറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ടേബിൾ റോസിന് 10 മണി. നല്ല ഭംഗിയാണ്, പല തരങ്ങളിൽ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന നല്ല അടിപൊളി പ്ലാന്റാണ്. കണ്ടില്ല, കുറേ നമ്മൾ മണ്ണൊക്കെ ഇതിന് അടിയൊക്കെ ഇളക്കിയിട്ട് അങ്ങനെ കുത്തി ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു പോട്ടി മിക്സൊക്കെ വെക്കുന്ന അടിപൊളി. കുറച്ച് വളം, എല്ലുപൊടിയാണെങ്കിലും വേപ്പ് മണ്ണാക്കി പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്താ പറയുക, പതിനെട്ട് അതൊക്കെ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നേർപ്പിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഒഴിച്ച് കൊടുക്കും. നല്ല ഭംഗിയിലുള്ള, മഴ കാരണമായിട്ടത് പൂ വരത് നല്ല ഭംഗിയായി വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റാണ് 10 മണി. ഇതൊക്കെയാണ് കളറുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ, നല്ല ഭംഗിയിൽ. അങ്ങനെ എന്താ അറിയുമോ, അത് മഴയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് നമുക്ക് പൂക്കൾക്ക്. ഇതൊക്കെയാണ് കളറുകൾ. കുറേ ഇങ്ങനെ ആകുമ്പോഴേക്കും അതിങ്ങനെ, അതായത് ഈ 12, 1 മണി 2 മണീൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ കൂമ്പിപ്പോവും. പിന്നെ നാളെ 10 മണി 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ വിരിയാൻ തുടങ്ങും. പിന്നെന്താ അറിയുമോ, മഴക്കാലം നമുക്ക് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ഇത് മഴക്കാലത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല വെയിൽ തട്ടാത്ത പോലുള്ളൊരു ഭാഗത്ത് വെച്ചാൽ മതി, നല്ല ഭംഗിയായി വളരും. ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ, നല്ല ഭംഗിയുള്ള കളറുകൾ, അടിപൊളി കളറാണ് കേട്ടോ. എല്ലാവർക്കും 2-3 കട്ടിങ്സ് ആയിട്ടൊക്കെയാണ് തരിക കേട്ടോ. നമ്മൾ കൊടുത്തവർക്കും അറിയാം. നമ്മൾ 1-2 കട്ടിങ്സ് ചോദിച്ചവർക്കും എൻ്റെ കയ്യിലുള്ള വേറെ വെറൈറ്റി ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോ കട്ടിങ്സ് നമുക്ക് വെച്ച് കൊടുക്കും, എക്സ്ട്രാ കട്ടിങ്സ് വെച്ച് കൊടുക്കും. ഈ 10 മണി നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല, അത് വന്നുകൊണ്ടിരിക്കും. കട്ട് ചെയ്യുന്തോറും നമുക്ക് നിറയെ വന്നുകൊണ്ടിരിക്കുന്ന നല്ല പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനെ ചോദിച്ചോളൂ. 2-3 കട്ടിങ്സ്, ഓരോ കട്ടിങ്സ് 10 രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെയും കട്ടിങ്സിന് റേറ്റ്. ചളി കെട്ടാത്തൊരു പോട്ടി മിക്സിലാണ് നമുക്ക് വയ്ക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, നമുക്കൊന്ന് പാറ്റി കൊടുത്താൽ മതി, അത് നല്ല ഭംഗിയിൽ വരും. കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകം മുഴുവൻ ചളിയാവും. പിന്നെ ഒന്ന് കുത്തി ഇളക്കി നമ്മളൊന്ന് കോലുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളങ്ങൾ കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായി പൂക്കും. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഈ 2 കട്ടിങ്സ് എടുത്ത് നമ്മളൊരു ഭാഗത്ത് കുത്തിയിട്ട് 2-3 ചെറിയ പോട്ടുകളിൽ കുത്തിയിട്ട് മഴ വരാതെ നമുക്ക് സൺസൈഡിൻ്റെ താഴെയോ മഴ കൊള്ളാത്തൊരു ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള പൂവാവും, ചെടിയായി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. നല്ല സംരക്ഷണം വേണം. ഭംഗിയല്ലേ ഇത്? അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനെ ചോദിച്ചോളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.